വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. നമുക്കൊക്കെ അറിയാവുന്നതുപോലെ നമ്മുടെ പ്രദേശത്തെ ഏറെ വേദനിപ്പിച്ച താനൂർ ബോട്ടപകടത്തിൽ തൻ്റെ പ്രിയതമയും 4 മക്കളും അതുപോലെ മറ്റൊരാളുടെ അതുപോലെ പ്രിയതമയും 3 മക്കളും വിട പറഞ്ഞതിൻ്റെ ദുഃഖഭാരം മനസ്സിൽ കൊണ്ട് നടക്കുന്ന സൈദലവി, സിറാജ് സഹോദരന്മാർക്കായി ഈ ലോകത്ത് ഒരു മടിയും കൂടാതെ ജീവകാരുണ്യം രക്തത്തിൽ അലിഞ്ഞു ചേർന്ന എൻ്റെ പ്രിയപ്പെട്ട മുസ്ലിം ലീഗ് പാർട്ടി നിർമ്മിച്ചു നൽകിയ സന്തോഷം പങ്കിടുന്ന ഈ ശുഭമുഹൂർത്തത്തിൽ അധ്യക്ഷം വഹിക്കുന്ന പ്രിയപ്പെട്ട സലാം സാഹിബ്, അതുപോലെ വേദിയിൽ നിരവധി നേതാക്കൾ പ്രസംഗിച്ചു. പ്രിയപ്പെട്ട KM ഷാജി അത്യാവശ്യം പറയാൻ ധാരാളം ഉണ്ടാകും, അദ്ദേഹം കൂടുതൽ പ്രസംഗിക്കുമെന്നാണ് ഞാനും ധരിച്ചത്. അദ്ദേഹം എൻ്റെ പേരിൽ ഇവിടുന്ന് ഇറങ്ങിപ്പോയിരിക്കുകയാണ്. വേദിയിൽ പ്രിയപ്പെട്ട അബ്ദുറബ്ബ് സാഹിബ്, പ്രിയപ്പെട്ട ഷമീർ സാഹിബ്, ഉമ്മർ ഒട്ടുമ്മൽ, അതുപോലെ എനിക്ക് വേണ്ടപ്പെട്ട നിരവധി ആളുകൾ ഇരിക്കുന്നുണ്ട്. താപ്പി ഹാജി ഉൾപ്പെടെ പലരുമുണ്ട്. ഈ സമ്മേളന നഗരി ഇവിടെ ഒരുക്കിയിരിക്കുന്നത് നമ്മുടെ മനസ്സിൽ ഒളിമങ്ങാത്ത ഓർമ്മകളുമായി തങ്ങി നിൽക്കുന്ന പ്രിയപ്പെട്ട കുട്ടി അഹമ്മദ് കുട്ടി സാഹിബിൻ്റെ നാമധേയത്തിലാണ്. അദ്ദേഹം ജീവിച്ചിരുന്നു എങ്കിൽ ഇന്ന് ഈ വേദിയിൽ വരേണ്ട ആളാണ്. അദ്ദേഹത്തിൻ്റെ അനുസ്മരണ ചടങ്ങുകളിൽ 4 എണ്ണത്തിനും ഞാൻ ആബ്സെൻ്റായിരുന്നു. കരുതിക്കൂട്ടി പോകാതിരുന്നതാണ്. അദ്ദേഹത്തിൻ്റെ വീട്ടുമുറ്റത്ത് നടന്ന പരിപാടിയിലും അദ്ദേഹത്തെക്കുറിച്ച് ഈയിടക്കടുത്ത് ചന്ദ്രിക വരാന്ത പതിപ്പിൽ CP സൈദലവി എഴുതിയ ലേഖനം ഞാനൊരു 3 ആവർത്തി വായിച്ചപ്പോൾ എൻ്റെ ദുഃഖം ഒന്നുകൂടി കൂടുക ചെയ്തത്. കുട്ടി അഹമ്മദ് കുട്ടി സാഹിബിൻ്റെ നേതൃത്വത്തിൽ ഉള്ള മഹാനായ CD സാഹിബിൻ്റെ പേരിലുള്ള പോളിയിൽ ഒരു എളിയ ജീവനക്കാരനായ ഞാൻ അദ്ദേഹം കാറിറങ്ങുമ്പോഴൊക്കെ അദ്ദേഹത്തിൻ്റെ കൈ പിടിച്ച് ആ സ്റ്റെപ്പുകൾ കയറിയിരുന്ന രംഗം CP സൈദലവിയുടെ ലേഖനം വായിച്ചപ്പോൾ എനിക്ക് തോന്നിയത്, പടച്ച റബ്ബേ, ഇത്രയും കാലം ആ കരസ്പർശവുമായി ഞാൻ നടന്നപ്പോൾ ഈ മനുഷ്യനെ പറ്റി ഇത്രയധികം മനസ്സിലാക്കാൻ എനിക്ക് സാധിച്ചില്ലല്ലോ എന്ന ദുഃഖമാണ്. പാണക്കാട്ടെ കൊലായി പോലെ സൈദാലിക്കുട്ടി മാസ്റ്ററുടെ കൊലായി ഒരു കാലത്ത് പാതിരാ വരെ ഒരു കോടതിയായിരുന്നു എന്ന് CP സൈദലവി പറയുമ്പോഴാണ് നമ്മളത് ആഴത്തിൽ മനസ്സിലാക്കുന്നത്. ഒരു നല്ല ജന്മി തറവാടെന്ന് വിശേഷിപ്പിക്കാവുന്ന കുടുംബത്തിൽ അകറ്റപ്പെട്ട മുഴുവൻ ആളുകൾക്കും എന്നോടൊരു സുഹൃത്ത് പറഞ്ഞത്, താനൂരിലെ ചില മസ്ജിദുകളിൽ ചെല്ലുമ്പോഴൊക്കെ നിസ്കരിക്കാൻ വേണ്ടി കയറുന്ന ആളുകൾ സൈദാലിക്കുട്ടി മാഷ് അവരോട് സ്വീകരിക്കുന്നൊരു സമീപനം, സാന്ദർഭികമായി അദ്ദേഹം പറഞ്ഞത് നിങ്ങളുമായി പങ്കുവെക്കുകയാണ്.
നമ്മളുണ്ടല്ലോ, ഒരു സൊഫിൽ ചിലർക്ക് പെർമനൻ്റ് സീറ്റ് ഉണ്ടാവും, ജുമാക്കായാലും അല്ലാത്ത നിസ്കാരത്തിനും. ഇന്നാൾ വന്നിരിക്കുന്നതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പോകില്ല എന്നൊക്കെ. APJ അബ്ദുൽ കലാം ഒരു വർത്തമാനം പറഞ്ഞിരുന്നു, എൻ്റെ ദീനിൻ്റെ പവിത്രത എന്നെ ഓട്ടിക്കൊണ്ടുവന്ന ഓട്ടോറിക്ഷക്കാരൻ്റെ കാലിൻ്റെ അടിയിൽ പോയി ഞാൻ സുജൂദ് ചെയ്ത ദറജയാണ്. എങ്ങനെ? ഗവേഷണ രംഗത്ത് നല്ലൊരു ശാസ്ത്രജ്ഞനും രാജ്യാന്തര രംഗത്ത് രാഷ്ട്രപതിയുമായ APJ അബ്ദുൽ കലാം ദീനിൻ്റെ മഹത്വം പറഞ്ഞത് എൻ്റെ വായനയിൽ എനിക്കേറെ ശ്രദ്ധിച്ച വരികളിൽ ചിലതാണ്. പ്രിയപ്പെട്ട സമദാനി ഇവിടെ ഒന്ന് പ്രസംഗിച്ചു പോയി. ഞാൻ സമദാനിയോട് പറയാറുണ്ടായിരുന്നു, നിങ്ങളുടെ പ്രസംഗത്തിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വരി, ഓരോ പെണ്ണും ഓരോ അമ്മ സാധ്യതയാണ് എന്ന വരിയാണ് എന്ന് പങ്കുവെക്കാറുണ്ട്. APJ അബ്ദുൽ കലാം ധാരാളം നല്ല വർത്താനങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതിൽ ശ്രദ്ധേയമായ വർത്താനം ഓട്ടോറിക്ഷക്കാരനായ സാധുവിൻ്റെ കാൽക്കീഴിൽ പോയി സുജൂദ് ചെയ്യുന്ന എൻ്റെ ദീൻ എന്ന പ്രയോഗമാണ്. കുട്ടി അഹമ്മദ് കുട്ടി സാഹിബിനെ കുറിച്ച് ഞാൻ പറഞ്ഞത് ഈ അർത്ഥത്തിലാണ്. സൈദാലിക്കുട്ടി മാഷുടെ മകനായി ജനിച്ച അദ്ദേഹം ആ നാട്ടിൽ സാധാരണക്കാർക്ക് നിഷേധിക്കപ്പെട്ട ഏതൊക്കെ സ്ഥാനങ്ങളുണ്ടോ അവിടെ പോയി പറയേണ്ട കോലത്തിൽ പറയുന്ന സ്വഭാവം, ആ ശൈലിയാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ ശൈലി, സാധാരണക്കാർക്കൊപ്പം നിന്ന ശൈലി. ഒരു ഗവൺമെൻറ് പരാജയപ്പെട്ട സ്ഥലത്താണ് എൻ്റെ പ്രിയപ്പെട്ട ലീഗ് നമുക്ക് ഇത്രമേൽ പ്രിയങ്കരമാകുന്നത്. ഞാൻ അറിഞ്ഞുകൊണ്ട് ഒരു അബദ്ധം പറയുകയാണ്. വയനാട്ടിൽ നാം സ്വരൂപിച്ച 26 കോടി, അതാ ഞാൻ പറഞ്ഞത്, അറിഞ്ഞുകൊണ്ടൊരു അബദ്ധം പറയുകയാണ്. 36 എന്ന് നിങ്ങൾ പറയാൻ വേണ്ടി പറഞ്ഞതാണ്. നിങ്ങൾക്ക് ഇഷാർത്തുണ്ടോ എന്ന് നോക്കിയതാ ഞാൻ. അതാണ് ലീഗ്. ഞാൻ ഇപ്പോൾ ഒരു പ്രസംഗം കഴിഞ്ഞ് വരും, അവിടെ ഞാൻ അതൊന്ന് പ്രയോഗിച്ച് നോക്കി. ആൾക്കാർക്ക് ഓർമ്മയുണ്ട് ഈ പാർട്ടി എവിടെ നിൽക്കുന്നു, എന്താ ഇതിൻ്റെ രീതി, എന്താ ഇതിൻ്റെ ശൈലി. ആരും ശ്രദ്ധിക്കാത്തവരെ ശ്രദ്ധിക്കുക. അതാണ് ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ പടച്ച റബ്ബ് നമ്മളെ കാക്കുന്നത് നേതാക്കന്മാരെ ദറജ കൊണ്ടല്ല, ബിദുആഫാഇഹിം വബിദുആഇഹിം. റസൂലിൻ്റെ ഹദീസാണ്. ആ സമൂഹത്തിലെ പാവപ്പെട്ടവനെ കൊണ്ടും ഓൻ്റെ ദുആ കൊണ്ടുമാണ്. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് കണ്ടില്ലേ നിങ്ങൾ? ആവനാഴിയിലെ എല്ലാ അസ്ത്രങ്ങളും എയ്തൊരു തെരഞ്ഞെടുപ്പായിരുന്നു ഇക്കഴിഞ്ഞ തെരഞ്ഞെടുപ്പ്. ആ തെരഞ്ഞെടുപ്പിൽ ബനാത്ത് വാലക്ക് കിട്ടിയതിനേക്കാൾ ഏറ്റവും വലിയ ലീഡ് സമദാനിക്ക്. ലീഗിൻ്റെ ചരിത്രത്തിൽ 3 ലക്ഷം എന്നത് എൻ്റെ ഒന്നും ഓർമ്മയിലില്ല. പോളിടെക്നിക്കിൽ വോട്ടെണ്ണി കഴിയുമ്പോൾ ബനാത്ത് വാല സാഹിബും സേഠ് സാഹിബൊക്കെ മത്സരിച്ചിരുന്ന കാലം. അതൊക്കെ മറികടന്നാണ്. കണ്ടോ, എന്നോട് ഈയിടക്കടുത്ത് ഒരു അമുസ്ലിം സഹോദരനായ ഒരു സുഹൃത്ത് പറഞ്ഞത്, ആന കുത്തിയാലും ലീഗിന്, അദ്ദേഹത്തിൻ്റെ ഭാഷയിൽ പറഞ്ഞത് പ്രളയം വരെ, നമ്മുടെ ഭാഷയിൽ ഖിയാമം വരെ ആർക്കും ഒരു ചുക്കും ചെയ്യാൻ കഴിയില്ല പടച്ചറബിനല്ലാതെ. കാരണം സാധാരണക്കാരൻ്റെ കൂടെ നിൽക്കുക എന്ന് പറഞ്ഞാൽ അതൊരു ചെറിയ സംഭവമാണോ? സാമ്പത്തിക മാന്ദ്യം പറഞ്ഞ് സർക്കാരുകൾ പുറംതിരിഞ്ഞ് നിൽക്കുന്ന സ്ഥലത്താണ് എൻ്റെ പാർട്ടി മുന്നോട്ട് വരുന്നത്. പലരും കൗതുകത്തോടു കൂടി ഈ മൊബൈൽ സംവിധാനം ഉപയോഗിച്ച് നമ്മുടെ വയനാട് ഫണ്ട് ഇങ്ങനെ മറിയുന്നത് നോക്കിയിരുന്ന് അതിൽ ആനന്ദം കണ്ടെത്തിയ ഒരു സുഹൃത്ത്, ഒരു ബസ് ഡ്രൈവർ എന്നോട് പറയാണ്, ഞാൻ എൻ്റെ ഒരു പകരക്കാരനെ ഏൽപ്പിച്ച് ബസ് സ്റ്റാൻഡിലിരുന്നു, നിസ്കരിക്കാൻ മാത്രം പോയി. പിന്നെ എലക്ഷൻ റിസൾട്ട് കാണുന്നത് പോലെ ഞാൻ വയനാട് ഫണ്ട് ഇങ്ങനെ ഇരുന്ന് കണ്ടു. ഒന്നല്ല,
കൽബൊന്ന് കുളിരണിയാൻ വേണ്ടിയിട്ട്. ഇങ്ങനൊരു പാർട്ടി ഉണ്ടല്ലോ എന്നുള്ള ആ ചിന്ത എന്നെ ബഹുദൂരം ആകാശത്തോളം പ്രതീക്ഷ ഉയർത്തി. നിങ്ങളുടെ മുസ്ലിം ലീഗ് ചെയ്യുന്ന ഈ സേവനം, ഓട്ടോറിക്ഷ ഇല്ലാത്തവന് ഓട്ടോറിക്ഷ, കാറ് നഷ്ടപ്പെട്ടവന് കാറ്. തെക്കൻ കേരളത്തിലെ കരുനാഗപ്പള്ളിയിൽ നിന്നാണ് ഒരു സുഹൃത്ത് എഴുതിയത്. ഞങ്ങൾ കച്ചവടക്കാരെ പിഴിയാനേ എല്ലാവർക്കും അറിയും. ഇന്നെന്തോ വിറ്റ് എന്ന് ചോദിക്കാതെ കടയിൽ കയറി പിരിവെടുത്ത് പോകുന്ന പതിവാണ്. പല പാർട്ടിക്കാരും ഞങ്ങളുടെ അടുത്ത് പിരിക്കാൻ വന്നിട്ടുണ്ട്. പക്ഷെ ലീഗുകാർ അധികമൊന്നും വന്നിട്ടില്ല ഞങ്ങളടുത്ത്. പക്ഷേ കച്ചവടക്കാർക്കൊരു ദുഃഖമുണ്ടായപ്പോൾ ആദ്യം കച്ചവടക്കാരെ സഹായിച്ച ദുന്യാവിലെ പാർട്ടി പാണക്കാട്ടെ തങ്ങളെ ലീഗാണ് എന്ന് പറയുമ്പോൾ നമുക്ക് കിട്ടുന്ന കുളിരുണ്ടല്ലോ, അത് അടുത്ത കാലത്തൊന്നും പോകില്ല. ഒരു വ്യാപാരിയുടെ വർത്താനം, കച്ചവടക്കാരെ സഹായിച്ചു. ചിലർ പറയല്ലോ നിങ്ങൾക്ക് കച്ചവട താല്പര്യമാണ്, ഭാഷാ പ്രയോഗം. കച്ചവടക്കാർക്ക് കച്ചവട പ്രതീക്ഷയല്ല, കച്ചവട താല്പര്യമല്ല, അവരും മനുഷ്യരാണ്. അവരും ചേർത്തി പിടിച്ചു ലീഗ്. വയനാട്ടിലെ ആ ജനങ്ങളെ ഒന്നിച്ചു കൊണ്ടുപോകാൻ വേണ്ടി KMCC സുഹൃത്തുക്കൾ എങ്ങനെ ഇപ്പുറത്തിരുത്തിയിട്ട് ദാ എല്ലാം നഷ്ടപ്പെട്ടവരാണ്. കാപ്പിത്തോട്ടത്തിൽ നിന്ന് കിട്ടിയ നാണയത്തുട്ട് ശേഖരിച്ചിട്ട് മോളെ കെട്ടിക്കാൻ നാളെ ജ്വല്ലറിയിൽ പോകണമെന്ന് കരുതിയിരിക്കുമ്പോഴാണ് ആ മലവെള്ളപ്പാച്ചിലിൽ എല്ലാം നഷ്ടപ്പെട്ടത്. അയാളോട് പറയാണ്, ബേജാറാണ്ട, ദുബായിക്ക് വാ, ഇതാ KMCC നിങ്ങൾ കൊണ്ടുപോകണമെന്ന് പാണക്കാട്ടെ തങ്ങൾ. അങ്ങനെ ഒരു അമീർ ലീഗിനല്ലാതെ ഒരു പ്രമാണിക്കില്ല എന്നുള്ളതാണ് സത്യം. 900 രാഷ്ട്രീയ പാർട്ടികളുണ്ട് നമ്മുടെ നാട്ടിൽ, കാക്കക്ക് പോലും ഉപകാരമില്ലാതെ. അവിടെയാ എൻ്റെ പാർട്ടി മുസ്ലിം ലീഗ് ശ്രദ്ധേയമായത്. ജോലിയില്ലാത്തവരെ MSFകാർ ചെയ്ത പണി കണ്ടില്ലേ? അവിടെ പ്രളയം പറഞ്ഞിട്ട് പേടിച്ച മക്കളെ ടൂർ കൊണ്ടുപോവുക ഉണ്ടാ. മാനസിക ഉല്ലാസത്തിന് MSF കൂടെ നിൽക്കുക, ജോലിക്ക് KMCC കൂടെ നിൽക്കുക, ആശ്വാസത്തിൻ്റെ തെളിനീരാവാൻ പാണക്കാട്ടെ തങ്ങൾ. ചില ആളുകൾ എഴുതിയതുണ്ട്, പാണക്കാട്ടെ തങ്ങൾ മുഖ്യമന്ത്രിയല്ല, ധനകാര്യമന്ത്രിയല്ല, ലീഗ് ഒരു സർക്കാരുമല്ല, പക്ഷെ ലീഗ് ചെയ്ത നന്മ. ഇത് ഈ വയനാട്ടിൻ്റെ സംഭവം ഉണ്ടായതിൻ്റെ ശേഷം മാത്രമല്ല, റഹീം ഗൾഫിൽ കുടുങ്ങിയപ്പോൾ അദ്ദേഹത്തെ രക്ഷപ്പെടുത്താൻ അബ്ദുറഹീമിൻ്റെ പിരിവ് നടന്നപ്പോൾ ആ പൈസ അറബിയുടെ കയ്യിൽ അതോടുകൂടി കിട്ടണമെന്ന് ആഗ്രഹിച്ച കൂട്ടത്തിൽ ലീഗുകാരനല്ലാത്ത ബോബി ചെമ്മണ്ണൂർ വരെ ഉണ്ട്. അതാ സത്യം. അയാളെ കൽബിലെന്താ, ഇത് ഏൽപ്പിച്ച എത്തേണ്ടടുത്ത് എത്തും. അങ്ങനെയാണ്. ചിലർക്ക് ദുരിതാശ്വാസ ഫണ്ട് ഉണ്ട്. എന്തിനാ ദുരിതാശ്വാസ ഫണ്ട്? നമ്മളൊക്കെ മനസ്സിൽ ഇനി എന്താ, ഒരു പ്രളയം വരരുതേ റബ്ബേ, ഒരു കൊറോണ ഉണ്ടായിരുതേ റബ്ബേ എന്നാ. എന്തെങ്കിലൊക്കെ വരണം എന്ന് ആഗ്രഹിക്കുന്ന വേറൊരാളുണ്ട്. എന്താ കാരണം? വന്നാൽ ദുരിതാശ്വാസ ഫണ്ട് ഉണ്ടാക്കാം. ദുരിതാശ്വാസ ഫണ്ട് ഉണ്ടായാലോ ദുരിതം ജനങ്ങൾക്കും ആശ്വാസം ഈ ചങ്ങായിക്കുക. പക്ഷെ നമ്മളങ്ങനെയല്ല. നമ്മളതിൻ്റെ കണക്ക് അണാപ്പായി ഇങ്ങനെ ഇടുകയാണ്. അപ്പം എൻ്റെ സുഹൃത്ത് ജലീൽ പറയാണ്, ഞാൻ നാളത് പറഞ്ഞതിൻ്റെ ശേഷം ലീഗ് കണക്കൊക്കെ ലെവലിൽ കൊടുക്കൽ തുടങ്ങി. മുമ്പ് ഇങ്ങനെ വാട്സപ്പിൽ ഇട്ടിരുന്നോ? അല്ല ചങ്ങായി, ഈ അന്ന് ആ സമയത്ത് ഇത് പറയുമ്പോൾ മൊബൈൽ തന്നെ ജനിച്ചിട്ടില്ല, പിന്നല്ലേടോ വാട്സപ്പ്. അന്ന് വാട്സപ്പ് ഉണ്ടായിരുന്നു. അന്നൊക്കെ നമ്മൾ കമ്മിറ്റി കൂടി അവതരിപ്പിക്കലാണ്. ലീഗിനെ ആക്ഷേപിക്കുന്നതിൽ ഏറ്റവും കൂടുതൽ ഞാൻ ശ്രദ്ധിച്ചത്
ഉത്തരേന്ത്യൻ കലാപങ്ങളിൽ നമ്മളൊരു പിരിവ് പള്ളിയിലെടുത്താൽ ലീഗിനെ ഈ കോന്തറമ്പല്ല് പോലെ തെറിച്ചു നിൽക്കുന്ന ഇടതുപക്ഷത്തിൽ പോകുന്ന ചില സ്വതന്ത്ര വേഷധാരികളുണ്ട്. അപ്പോൾ ഇന്നലെ ഒരു സുഹൃത്ത് എഴുതി, ഈ ഇടതുപക്ഷ സഹയാത്രികരൊക്കെ ഞങ്ങൾക്ക് വിനാകുകയെന്ന്. അപ്പോൾ ഈ അൻവർ വന്നതിൻ്റെ അൻവറിൻ്റെ വർത്താനം എന്ന് പറഞ്ഞാൽ എന്ത് വർത്താനം എന്നറിയോ? ശൈത്താനുകൾക്കുള്ളവരെ മന്ത്രിച്ചു തുമ്പ് അങ്ങനെ പറഞ്ഞിട്ടില്ല. ഉടലോടുകൂടി റൂഹോടുകൂടി പോണ പോക്കാണ്. ഇനി എന്താ പറയാത്തത്? എന്താ നടന്നത്? വിളിച്ചു വരുത്തി അൻവറിൻ്റെ പണിയെടുക്കുന്നു. ഇന്നതാ ഞങ്ങളെ പഴയ സുഹൃത്ത് ജലീൽ പറഞ്ഞിരിക്കുന്നു, നിങ്ങളൊക്കെ പൊരുത്തപ്പെടുന്ന കൂട്ടത്തിൽ ആ കസായ മറിച്ചിട്ടതും പൊരുത്തപ്പെടണം. അതാ ഞാൻ പറഞ്ഞത്. ഒക്കെ അങ്ങനെ വരികയാണ്. ലീഗിന് അങ്ങനെ തിരുത്താൻ ഒരു സംഭവമില്ലാത്തത് എന്താണെന്നറിയോ? ലീഗ് ഓരോ കാൽവെപ്പും സൂക്ഷിച്ചു വെച്ചതുകൊണ്ടാണ്. നമ്മൾ ആളെ കൂട്ടാൻ വേണ്ടി നയം രൂപീകരിക്കുന്നവരല്ല. മാതിരി വന്നപ്പോൾ നമ്മൾ പറഞ്ഞ വർത്താനം മാന്യമായാണ്. ഇവിടെ ഏതൊക്കെ സംഘടനകൾ വന്നപ്പോൾ അവരോടൊക്കെ പറഞ്ഞത് മാന്യമായാണ്. ഇവിടുത്തെ പോലീസുകാരോട് സ്വീകരിച്ച രീതി മാന്യമായാണ്. നമ്മൾ മുന്നണിയിലും മര്യാദയാണ്. സാമുദായിക സംഘടനകളിൽ വിഷയമുണ്ടാകുമ്പോൾ നമ്മൾ സ്വീകരിക്കുന്നതും സുചിന്തിതമായി മാന്യമായാണ്. അള്ളാഹുവിൻ്റെ ദീനിനെ മുൻനിർത്തിയ സംസാരം ആദ്യം എല്ലാവർക്കും കഴിക്കും, പിന്നെ അതിൻ്റെ അന്തസ്സ് പിന്നീട് കാണും. പിന്നെ അധികം കാലമൊന്നുമില്ല. ഇവിടുത്തെ പക്ഷിമൃഗാദികളും ജീവജാലങ്ങളുടെയൊക്കെ നടത്തും പോക്കും കണ്ട് ഞാനിപ്പോൾ അടുത്തൊരു പുസ്തകം വായിച്ചു. ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുകയാണ്. നായ്ക്കളിലെ ടെൻഷൻ എന്ന ഹെഡിങ്. വിഷാദ രോഗികളായി നായ്ക്കൾ മാറുന്നുണ്ട്. ഈ നായകൾ ഇങ്ങനെ വിഷാദ രോഗം കാണിക്കുന്നത് ഒരു കടുത്ത ദുരന്തം പിന്നാലെ വരുന്നുണ്ട് എന്നൊരു ബോധ്യപ്പെടുത്തലാണ്. ഞാൻ ആ പുസ്തകത്തിൽ കണ്ട വരി നിങ്ങളുമായി പങ്കുവെക്കുകയാണ്. ഈ വയനാട് ദുരന്തം ഉണ്ടാകുമ്പോൾ ജീവജാലങ്ങളാണ് ആദ്യം സ്ഥലം വിട്ടത്. വിദേശാടന പക്ഷികളും മറ്റുള്ളതൊക്കെ. അപ്പോൾ ഞാനത് ശ്രദ്ധിച്ചു. ഞാൻ യാത്രക്കിടയിൽ ശ്രദ്ധിച്ചു. ഞാൻ എൻ്റെ മക്കളുമായി യാത്ര ചെയ്യുമ്പോൾ എൻ്റെ പെൺകുട്ടികൾ തന്നെ എന്നോട് പറഞ്ഞു, നമ്മളെ പേരൻ്റെ ഇവിടെ നിങ്ങളുടെ നായ്ക്കളൊരു പ്രത്യേക. ഞാൻ പറഞ്ഞു, നമ്മളവിടെ മാത്രമൊന്നുമല്ല, നിങ്ങൾ വരി. അടുത്ത ദിവസം ഞങ്ങളിങ്ങനെ യാത്ര ചെയ്യുമ്പോൾ ശ്രദ്ധിച്ചു നോക്കി, വെറുതെ ഓളിയിട്ട് ഇങ്ങനെ നടക്കുക, ഭക്ഷണം കഴിക്കാതിരിക്കുക. എന്തോ ഒരു പെരയിൽ ദുരന്തം ഉണ്ടായ മക്കൾ തമ്മിൽ മുഖത്തോട് മുഖം നോക്കി കാട്ടുന്ന കാട്ടിക്കൂട്ടലും പറച്ചിലൊക്കെ. ജീവജാലങ്ങൾക്കിടയിൽ അങ്ങനെയുള്ള സാഹചര്യങ്ങളിലൂടെ നാടും ലോകവും കടന്നു പോവുകയാണ്. അപ്പോൾ ആ സുന്നി തർക്കം, സുന്നി മുജാഹിദ് തർക്കം, ഗ്രൂപ്പ് തർക്കം. അതിനാണ് എൻ്റെ പൊന്നു ഷിഹാബ് സ്വാദിഖലി തങ്ങൾ, മക്കളെ തിരക്കൂടാൻ 100 കാരണം ഉണ്ടാവും, പക്ഷെ ഒന്നിക്കാൻ 1000 കാരണം ഇവിടെ വേറുണ്ട് എന്ന് തങ്ങൾ വെറുതെ പറയല്ല. ഇനിയൊന്നും നമ്മൾ ആഖിർ സമാനിലേക്ക് പോകല്ലേ, ഇനിയുള്ള കാലം എന്നൊക്കെ പറഞ്ഞാൽ അതാണ് അൻവർ. ഇനി പറയാൻ നേരം ഉണ്ടാവില്ല വെച്ചിട്ട് അൻവർ ഈ പറയുന്നത്. അത് തന്നെയാണ് ജലീൽ കസാര മറിച്ചിട്ട് അതൊക്കെ ഇങ്ങനെ പെടുത്ത് ഫേസ്ബുക്കിൽ ഇന്നലെ ഇടാൻ തോന്നുന്നത് എന്തുകൊണ്ടാ? ചെയ്തത് ശരിയായില്ല, അത് ക്യാമറയിലെ പിശകാന്ന് വരെ പറഞ്ഞിരുന്നല്ലോ. അപ്പോൾ സഭാതലങ്ങളിൽ മജ്ലിസുകളിൽ എങ്ങനെ പെരുമാറണം കണ്ടില്ലേ നിങ്ങൾ? അതിനും ലീഗ് മാതൃകല്ലേ. ഗുലാം മഹ്മൂദ് മനാത്ത്വാലെ ഇരുത്തിയാണ് ലോക്സഭാ സ്പീക്കർ PS ആത്മ റൂളിംഗ് നൽകിയത്. പുതുതായി ജയിച്ചു വന്ന എം പിമാരെ എങ്ങനെയാണ് സഭയിൽ ഒരു വിഷയം അവതരിപ്പിക്കേണ്ടത് എന്ന് നിങ്ങൾക്കറിയില്ലെങ്കിൽ നിങ്ങൾ ഈ ഇരിക്കുന്ന ഗുലാം മഹ്മൂദ് ബനാത്ത്വാലയെ കണ്ടുപഠിക്കണം. നമ്മളെല്ലാറ്റിനും മോഡലാണ്. ജീവകാരുണ്യത്തിന്, പെരുമാറ്റത്തിന്, ശത്രുവിനോടുള്ള ശൈലിയിൽ. അതാ മറ്റുള്ള രാഷ്ട്രീയ പാർട്ടിക്കാരൊക്കെ പറയാൻ തുടങ്ങിയത് അതുകൊണ്ടാണ്. സ്വതന്ത്രന്മാരായി പോയ ആളുകളിൽ നിന്നൊക്കെ വർത്താനം. കാരാട്ട് റസാക്ക് തൊട്ട് തവനൂരിലൂടെ ഇങ്ങനെ വന്ന
നിലമ്പൂർ വഴി മൊത്തത്തിൽ ഇങ്ങനെ ചിന്തിച്ചു നോക്കിക്കഴിഞ്ഞാൽ ലിസ്റ്റിലേക്ക് കുറേ ആളുകൾ കടന്നു വരികയാണ്. എന്താ കാര്യം? ഒരു ഊക്കിന് കിണറ്റിൽ ചാടിയ പിറ്റത്തെ ഊക്കിനുണ്ട് കയറാൻ പറ്റൂല. ഒന്നും മോഹിച്ചിട്ടല്ല, ഞാൻ മുസ്ലിം ലീഗിന് വേണ്ടി ഈ ഖിദ്മത്ത് ചെയ്യുന്നൊരു എളിയ പ്രവർത്തകനാണ്. ഒരു മെമ്പർഷിപ്പേ ഞാൻ ആഗ്രഹിച്ചുള്ളൂ. ഒരു സ്ഥാനവും വാർഡിൽ പോലും ഞാൻ വഹിക്കുന്നില്ല. ഇതൊന്നും കിട്ടിയില്ലെങ്കിലും എന്താ ലീഗ് അയച്ചിട്ട് കുഴപ്പം? മത്സരിച്ചില്ലെങ്കിൽ എന്താ ലീഗാവൂലേ? MLA MP ഒന്നും ആയില്ലെങ്കിലും ലീഗാവൂലേ? ഞാനിവിടെ കൂടിയവരോട് പറയുന്നു, ഈ ചിങ്ങനെയുള്ള നല്ല സാധാരണക്കാരൻ്റെ കൂടെ നിന്നുകൊണ്ടുള്ള ചിന്തയുമായി പോയാൽ പടച്ചറപ്പിൻ്റെ സഹായം നമുക്ക് എപ്പോഴും ഉണ്ടാവും. പടച്ചറപ്പിൻ്റെ സഹായം ഉണ്ടാവും. അപ്പോൾ ഈ വോട്ടിൻ്റെ സമയത്ത് ഞാൻ തുറന്നു പറയാം, സമദാനി ഞാനൊക്കെ ഇങ്ങനെ യാത്ര ചെയ്യുന്ന സമയത്ത് തീർത്താലെന്നൊരു വയസ്സം വന്നിട്ട് കൈക്ക് പിടിച്ചു തങ്ങളെ. എന്നിട്ട് പറഞ്ഞതറിയാം, ഇന്നലെ ഞങ്ങളെ സദർ വിളിച്ചിട്ട് പറഞ്ഞ് നിങ്ങൾക്ക് ചെയ്യരുത് അറിഞ്ഞാണ്. അപ്പോൾ സമദാനി ചോദിച്ചു എന്താപ്പാ പറയുന്നത്? അപ്പോൾ ഞാൻ സമദാനോട് പറഞ്ഞ് സദറും മുസ്ലിംസൊക്കെ ലെഫ്റ്റ് അടിച്ച പൂജാരിയും മേൽശാന്തിയും വേറെ വരുന്നാണ്. അപ്പം എന്താകുമ്പോൾ ക്ഷേത്ര കമ്മിറ്റികൾ വിളിക്കുക, ഇപ്പം എന്താ നമ്മൾ വിചാരിക്കാത്ത കോലത്തിൽ നമ്മളെ സഹായിക്കും. പ്രതിസന്ധിയിലാ കൂടെ നിൽക്കേണ്ടത്. ആർക്ക് വേണ്ടിയാ? ആസാമിൽ ഇന്നലെ കുറേ ആളുകൾ ജയിലിൽ പോയിട്ടുണ്ട്. അതിനു വേണ്ടി ശബ്ദിക്കുന്നതാരാ? സമദാനി ഉണ്ട്, ഈട്ടി ഉണ്ട്. അവരൊക്കെ വെറുതെ അങ്ങനെ എടായിൽ നിന്ന് ബടായി പറയല്ല, ജയിച്ച് MP ആയതുകൊണ്ടാ പോയി പറയുന്നത്. ആ കൂട്ടത്തിലേക്ക് നമ്മൾ ആരും കരുതാത്ത ഒരാളെ കൊടുത്തു. ഞാനും നിങ്ങളും കരുതാത്ത ഒരാളെ. നമുക്കിങ്ങനെ തോന്നും, ഓൻ അവിടെ വെക്കണം, ഇവന് ഇവിടെ വെക്കണം. നേതൃത്വത്തിന് പഠിപ്പിക്കുക അല്ല, നേതൃത്വം പറഞ്ഞു ദാ പിടിച്ചോന്ന്. ഹാരിസ് ബീരാണ്ട് വന്നപ്പോൾ നമുക്ക് കായ് മുതലായില്ല, ലീഗായും ലീഗലായും മുതലായി. അതാ രസം. ഇന്നലത്തെ അദ്ദേഹത്തിൻ്റെ ഒരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട് ആസാമുമായി ബന്ധപ്പെട്ടത്. നിങ്ങൾ ഈ വിചാരിച്ച പോലെയുള്ള മാഞ്ഞാളം കൊഞ്ചലല്ല. മോഡിയെ തൽക്കാലം മൂക്കുകയറിടാൻ കഴിഞ്ഞു. 2 ഘടകകക്ഷികൾ ഇങ്ങനെ 2 ഭാഗത്ത് നിൽക്കുന്നുണ്ട്. വയനാട്ടേക്ക് പ്രിയപ്പെട്ട രാഹുലിൻ്റെ വരവിന് എൻ്റെ കുഞ്ഞാപ്പി തങ്ങളൊന്നും ഒരു ചെറിയ പങ്കും വഹിച്ചിട്ടില്ല എന്നാണോ എനിക്കും നിങ്ങൾക്കും തോന്നുന്നത്? ഇനി അതാ പ്രിയങ്ക ഗാന്ധി. ഇപ്പം ലീഗ് ചിന്തിക്കുന്നത് എന്താ? കേവലം ഏതെങ്കിലും ഒരു ഭാഗത്ത് കുടുസായ കാര്യം മാത്രം ആലോചിക്കുകയല്ല. കലാപബാധിത പ്രദേശങ്ങളിൽ പോകാൻ, ആശ്വാസത്തിൻ്റെ തെളിനീരാവാൻ, ഇന്ത്യയിലെ മൊത്തം ജനങ്ങളുടെ വിഷയമായ പൗരത്വത്തിൻ്റെ കാര്യത്തിൽ അതിലൊക്കെ പോയി കേസ് കൊടുക്കാൻ കുഞ്ഞാപ്പ കൊടുത്ത കേസിൻ്റെ വിധി വരാനിരിക്കുക. വഖഫ് അവതാളത്തിലാകുന്ന പരുവത്തിലേക്ക് പോകുമ്പോൾ കയറി പിടിക്കുകയാണ്. എന്താ ഈ ജിഹാദ്? അഫ്ളലുൽ ജിഹാദി കലിമത്തു അദ്ലിൻ ഇൻദ സുൽത്താനിൻ ജാഹിരിൻ. അക്രമിയായ ഭരണാധികാരിയുടെ അടുക്കൽ പോയിട്ടുള്ള ആ സുന്ദരമായ വചനങ്ങളാണ്. അതിൻ്റെ സമദാനി പ്രിയപ്പെട്ട ഈട്ടി, അതുപോലെ നവാസ് ഗനി, നമ്മുടെ നേതാക്കളെ കുറിച്ച് BJP ആശങ്കപ്പെടുന്നതൊക്കെ ഈ സമയത്ത് മാന്യമായ രാഷ്ട്രീയവും ഇഖ്ലാസുറ്റ ആത്മാർത്ഥമായ നിയ്യത്തുമായി നീങ്ങിയാൽ നമ്മൾ കഴിയില്ല. നമ്മളെ തകർക്കാൻ ആർക്കും കഴിയില്ല. കണ്ടില്ലേ നിങ്ങൾ? നമ്മൾ ചെയ്യുന്നത് ചർച്ചകളാണ്. ചർച്ച. അപ്പുറത്തെന്താ? അപ്പുറത്ത് ചോർച്ചയാണ്. ചോദ്യപേപ്പർ ചോരുന്ന്, ഫോണ് ചോരുന്ന്. നോക്കണം നിങ്ങൾ. നമ്മൾ കൂടിയിരിക്കുകയാണ്. അവരൊക്കെ നടത്തുന്നത് എന്താ? ഗൂഢാലോചനയാണ്. നമ്മളോ കൂടിയാലോചന. ഇനി ആർക്കാ വരാ? ഇനി ആർക്കാ എന്താ ഉണ്ടാക്കേണ്ടത്? ഒരു രാഷ്ട്രീയ പാർട്ടി അങ്ങനെ ആവണം. മതസംഘടനകൾ പോലും ചിന്തിക്കുന്നതിന് മുമ്പ് മതപരമായ വിഷയങ്ങൾ വരുമ്പോൾ അതിലിടവരുന്നു.
പറയേണ്ട കോലത്തിൽ പറയിപ്പിക്കാതെ പറയുന്നു. ചോദിക്കേണ്ടവരോടൊക്കെ ചോദിക്കാതെ ചോദിക്കുന്നു. ഇതങ്ങോട്ട് ഇല്ലാതായി വെക്കണം. ഈ മാഞ്ഞാളം കൊഞ്ചലൊക്കെ മാറും. നിലനിൽക്കാൻ തോരുന്നോളി. തഹജ്ജുദ് നിസ്കരിച്ച് തേടിക്കോളി. ലീഗ് തളരരുത് എന്ന് ആഗ്രഹിക്കുന്നവരുടെ കൂട്ടത്തിൽ മുസ്ലിം ലീഗുകാർ മാത്രമല്ല, മുസ്ലിങ്ങൾ മാത്രമല്ല, മറ്റ് സമുദായക്കാരുണ്ട്. അതിൻ്റെ റിസൾട്ടാണ് ഈ പാർലമെൻറ്റിൽ നമുക്ക് കിട്ടിയത്. വെറുതെ ഒന്നല്ല. ഓരോ ബൂത്ത് ബേസിൽ പരിശോധിച്ച് നോക്കിയാൽ ഞെട്ടിപ്പോകും. ആ കണക്കെടുക്കുമ്പോൾ ലീഗിന് യൂണിറ്റ് ഇല്ലാത്ത സ്ഥലത്ത് സമദാനി ലീഡ് ചെയ്തത് തൃത്താല, പൊന്നാനിയുടെ ഭാഗങ്ങളിൽ ഞാൻ അത്ഭുതപ്പെട്ടു പോയി. അതങ്ങനെയാണ്. ഇപ്പോൾ ബനാത്തുവാല മത്സരിക്കുമ്പോൾ തിരൂരിലെ പൊന്നാനി ആശുപത്രിയുടെ വാർഡ് വേറൊരു സമയത്തും അവിടെ ലീഡില്ല. ബനാത്തുവാല മത്സരിക്കുമ്പോൾ എപ്പോഴും ലീഡാണ്. അതെന്താ സംഭവം? നമ്മൾ ജനമനസ്സുകളിൽ കുടിയേറി പാർക്കാൻ ചില സബബുകൾ അള്ളാഹു വെച്ചിട്ടുണ്ടാവും. ആ ആളെക്കുറിച്ചൊരു മതിപ്പുണ്ടാവും. പാണക്കാട് സയ്യിദന്മാർ, അതുപോലെ ഓരോ മതസംഘടനയിലുള്ളവരും ചിന്തിക്കുകയാണ്, ലീഗിൻ്റെ ആവശ്യകത ചിന്തിക്കുകയാണ്. നിങ്ങളുടെ പാർട്ടി ജുഡീഷ്യൽ തലത്തിൽ ഇടപെടുന്നു, നിയമനിർമ്മാണ സഭയിൽ ഇടപെടുന്നു, സമരമുഖത്തിടപെടുന്നു. മതവിഷയങ്ങൾ വരുമ്പോൾ കൂട്ടായ ചർച്ചയ്ക്ക് വിളിച്ച് ഇതിൻ്റെ ഭവിഷ്യത്തിനെ കുറിച്ച് ബോധവൽക്കരിക്കുന്നു. സ്ഥാപനങ്ങളുടെ തലങ്ങൾ നോക്കൂ. ഈ പരപ്പനങ്ങാടിയിൽ ഞാൻ നിന്ന് പ്രസംഗിക്കുമ്പോൾ അവനാൻ്റെ വാർഡൊക്കൊന്ന് ചിന്തിച്ചു നോക്കാം. ഒരു ലീഗരൻ ഇല്ലാത്ത ഏതെങ്കിലും ഏർപ്പാടുണ്ടോ? പള്ളി കമ്മിറ്റിയുടെ പ്രസിഡന്റ് ആണെങ്കിൽ ലീഗിൻ്റെ പ്രസിഡന്റ്, മദ്രസയുടെ സെക്രട്ടറി ആണെങ്കിൽ ലീഗിൻ്റെ സെക്രട്ടറി, യതീംഖാൻ്റെ ചെയർമാൻ ആണെങ്കിൽ ലീഗിൻ്റെ ചെയർമാൻ. എവിടെ നമ്മൾ ടച്ച് ചെയ്യാത്തത്? എവിടെ നമ്മൾ തൊടാത്തത്? എല്ലാ ഭാഗത്തും നമ്മൾ ശ്രദ്ധിക്കുകയാണ്. ആ നന്മയിലൂടെ നമ്മൾ പോവുകയാണ്. അപ്പോൾ രാജ്യം കത്തുന്ന കോലത്തിലുള്ള അജണ്ടകൾ. ഇപ്പം കാഫിർ പ്രയോഗം അതിൻ്റെ ഭാഗമല്ലേ? ഇപ്പോഴും കാഫിറിൻ്റെ വാപ്പാനെ കിട്ടിയിട്ടില്ലല്ലോ. കാഫിറിൻ്റെ വാപ്പാനും കിട്ടിയിട്ടില്ല. അതോടൊപ്പം ഇപ്പം അൻവർ വന്നതോടുകൂടി പുതിയ സംഭവങ്ങൾ ഒന്നുകൂടി വിലപ്പെട്ടു. കായം കലക്കൽ നമ്മൾ കേട്ടിട്ടുണ്ട്, പൂരം കലക്കിയത് വരെ വന്നു. എന്തുകൊണ്ടാണ് ഇതൊക്കെ പറയാനുള്ള കാരണങ്ങൾ ഉണ്ടാകുന്നത്? ഒരു സീറ്റിന് വേണ്ടി എന്ത് വേണ്ടാത്തതും ചെയ്യാം. എന്നാൽ നമ്മളോ ഇതൊക്കെ ചെയ്തിട്ട് ഇത് രാഷ്ട്രീയത്തിനോ വോട്ടിനോ ഉപയോഗപ്പെടുത്തല്ല. ഇപ്പൊ കാഫിർ പ്രയോഗം കൊണ്ടുണ്ടായ ഭവിഷ്യത്ത് എന്താണ്? അതിൻ്റെ ആ ശൈലി വരെ വെച്ച് നോക്കുമ്പോൾ അത് എവിടെ നിന്ന് വന്നു എന്നുള്ള സൂചനയിലേക്ക് കാര്യങ്ങൾ പോയി അത് കിട്ടിയവൻ്റെ മൊബൈലിൽ വരെ എത്തി. ഓനക്ക് എങ്ങനെ കിട്ടിയതെന്ന് ചോദിക്കാൻ അപ്പോൾ കാത്തിക്കണം. അതിൻ്റെ പേരിൽ എന്ത് ചെയ്തറിയാം? അവനാൻ്റെ പാർട്ടിയിലുള്ള ആൾക്കാർ പാർട്ടിക്കെതിരെ തിരിഞ്ഞു. അവനാൻ്റെ പാർട്ടിയിലുള്ളവർ BJPക്ക് താമരക്ക് കുത്തി. ഇപ്പം മാർക്സിസ്റ്റ് പാർട്ടിക്ക് 2 പണിയാണ്. കാഫിറിൻ്റെ വാപ്പാനെയും കണ്ടെത്തണം, മുനാഫിക്കിൻ്റെ മക്കളെയും കണ്ടെത്തണം. 2 പണിയാണ്. അപ്പം എന്താ സംഭവം എന്നറിയോ? ഇത് നന്നാവാതെ നാട്ടിൽ എങ്ങനെങ്കിലും സീറ്റ്, അങ്ങനെയാണ് ലക്ഷ്യം മാർഗത്തെ ന്യായീകരിക്കുന്ന അവരജണ്ട. എന്നിട്ട് അതിനെ ന്യായീകരിക്കാൻ വേറെ കുറേ ആൾക്കാർ. കമ്മ്യൂണിസത്തിൻ്റെ അപകടം ബംഗാൾ അനുഭവിക്കുകയാണ്, ത്രിപുര അനുഭവിക്കുകയാണ്, ലോകം അനുഭവിക്കുകയാണ്, ചൈന അനുഭവിക്കുകയാണ്, കണ്ണൂർ അനുഭവിക്കുകയാണ്. അവരുടെ സ്വാധീന വലയങ്ങളെല്ലാം ആ രീതിയിലേക്ക് പോയി എന്നുള്ളത് ഉത്തമമായ ബോധ്യമുണ്ട്. അത് പറഞ്ഞു കൊടുക്കാൻ ഇവിടെ ഒരു ടീമുണ്ട്. അത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ അമരത്തിരിക്കുന്ന ആളുകളാണ്. ഇതിൻ്റെ അപകടത്തെക്കുറിച്ച് നിങ്ങൾ കണ്ടില്ലേ? ബാബരി പതനത്തിന് ശേഷം കോൺഗ്രസിനെ തള്ളി പറയാത്ത ഏക പാർട്ടി ലീഗാണ് എന്ന് നായനാറാണെന്ന് പറഞ്ഞത്. ഏക മുസ്ലിം പേരുള്ള പാർട്ടി എന്നുകൂടി പറഞ്ഞു. കോൺഗ്രസിനെ നമ്മൾ തള്ളി പറഞ്ഞില്ല. എന്താ കാരണം? ഇപ്പം എന്നോട് ചോദിച്ചാ ഇവിടെ വന്നിട്ട് ആര് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണെന്ന് പറഞ്ഞാൽ ഞാൻ കുഞ്ഞാപ്പ ആവണം,
സ്വാദിഖലി തങ്ങളാവണമെന്നാ ഞാൻ പറയാ. പക്ഷെ എന്ത് ചെയ്യാ, നമുക്ക് ആവതില്ല എന്നുള്ള കാര്യം നമുക്ക് തിരിയല്ലോ. അപ്പം എന്ത് വേണം? കോൺഗ്രസ് തകരരുത്. ഇപ്പം രാഹുൽ ഗാന്ധിയുടെ ആദ്യത്തെ സ്പീച്ച് അങ്ങനെയാണ് ഇന്ത്യയുടെ പാർലമെന്റിൽ. പ്രതീക്ഷയ്ക്ക് വക നൽകുന്ന വർത്താനായി. ഇന്നലെ അദ്ദേഹം പറഞ്ഞു ആസാമിലെ, കണ്ടോ കൈയൊക്കെ പിഴക്കൽ തുടങ്ങി. ഇന്നലെ സവർണ ജാതിയിൽപ്പെട്ട ഒരു നല്ലൊരു മനുഷ്യൻ്റെ, ഒരു ശുദ്ധനായ ഉയർന്ന ജാതിക്കാരനായ ഹൈന്ദവൻ്റെ മോനെയാണ് ബീഫിൻ്റെ പേരിൽ കൊന്നത്. ചിത്രം മാറുകയാണ്, അബദ്ധം പണയാണ്. അത് കാശ്മീർ കൊണ്ട് കളിച്ച് ലക്ഷദ്വീപിലൂടെ കടന്ന് കേരളത്തിൽ മലബാറും മലപ്പുറവും ലാക്കാക്കി നീങ്ങാനുള്ള ദുഷ്പ്രവണത, അതിന് ആക്കം കൂട്ടുന്ന പോലീസ് ഉദ്യോഗസ്ഥര്, ഇവരെല്ലാം കൂടി ഒത്തിണങ്ങിയതിൻ്റെ ആകത്തുകയാണ് അൻവർ പൊട്ടിച്ച ബോംബ്. നമ്മൾ വളരെ ഗൗരവത്തിൽ ആലോചിക്കണം. അതുകൊണ്ട് നിതാന്ത ജാഗ്രത, ആശങ്ക വേണ്ട, ജാഗ്രത മതി എന്ന് പറഞ്ഞല്ലോ കൊറോണ കാലത്ത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം എല്ലാ കാലത്തും ഫിറ്റാണത്. ബേജാറാകണ്ട, ബേജാറാക്കണ പരിപാടിയുമില്ല. അതങ്ങനെയാണ്. ബാഫഖി തങ്ങൾ മരിച്ചപ്പോൾ ബാഫഖി തങ്ങളെ പറ്റി തലശ്ശേരിയിൽ പാട്ട് പാടാൻ KT സത്താർ വന്ന കഥ അദ്ദേഹം എന്നോടൊരു യാത്രക്കിടയിൽ പടുത്ത് പറഞ്ഞു. ബാഫഖി തങ്ങൾ പോയി മറഞ്ഞു, ഇനി നമുക്ക് ആരുണ്ട് എന്നുള്ള വരികൾ ഇങ്ങനെ പാടി പാട്ടിന് ആൾക്കാരിങ്ങനെ കണ്ണീര് പൊഴിച്ചിരിക്കുകയും ചെയ്തു. വളരെ നന്നായി എന്ന് ചിലർ പറയും ചെയ്തു. പക്ഷെ മഹാനായ CH മൂപ്പരോട് പറഞ്ഞ് മേലിൽ ഈ പാട്ട് എവിടെയും പാടരുത് കാരണം, ഇനി മേലിൽ ഈ പാട്ട് എവിടെയും പാടരുത്. കാരണം എന്താ അറിയാ, നിങ്ങൾ ഈ ഇരിക്കണൊരു നിരാശരായ കഴിഞ്ഞ് കഥ. നിങ്ങൾ ഈ നിന്നുകൊണ്ടാണ്. ഇതിൻ്റെ മുന്നിലിരിക്കണ ഇമാമ് എല്ലാം പോലെയൊക്കെ നമ്മളെ ഗുണത്തിനനുസരിച്ചിരിക്കും. അവർക്ക് നമ്മൾ ധൈര്യം കൊടുക്കണം. നേതാക്കളെ കൂട്ടിലടക്കുന്ന അനുയായികളും അണികളെ കൂട്ടം തെറ്റിക്കുന്ന നേതാക്കളും നമുക്ക് പാടില്ല. മറ്റുള്ളവരങ്ങനെയാണ്, ധീരതയോടെ നയിക്കാൻ പറയും, നയിക്കും, ഇടങ്ങറിൻ്റെ കൊടിയാവും. അപ്പം അങ്ങനെയുള്ള ചില സംഘടനയുടെ തലപ്പത്തിരിക്കുന്നവരൊക്കെ കൊണ്ടുപോയിക്കണം. ഓൻ എന്തെല്ലാം ഉഷറ് വെപ്പിച്ച് രക്തം വേണോ, രക്തം നൽകാന്നൊക്കെ പറഞ്ഞവരുണ്ടായിരുന്നു. രക്തം ഉണ്ടായി വേണ്ടി ഇതിലൊരു തൂക്കാത്രത്തിൽ കുറച്ച് കഞ്ഞി കൊണ്ട് കൊടുത്താൽ മതിയായിരുന്നു, അതിനും നേരമില്ല. അപ്പം എന്താ, ഉഷറ് വെപ്പിക്കാൻ ആർക്കും പറ്റും. അതാണ് ചാർ ദിൽ കാ സുൽത്താൻ, 4 ദിവസത്തെ രാജാക്കന്മാര് അല്ല. അതാണ് ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ഒരു വചനമുണ്ട്. ഇസ്ലാമിന് വേണ്ടി മരിക്കാൻ റെഡിയാണോ? ഞാൻ സദസ്സൊന്നാകെ സടകുടഞ്ഞെണീറ്റു. എല്ലാവരോടും പറഞ്ഞു ഇജ്ലിസ്, ഇരിക്കും. ഇനി എൻ്റെ ഒരു പ്രധാന ചോദ്യം, എല്ലാവരും പറഞ്ഞല്ലോ ഇസ്ലാമിന് വേണ്ടി മരിക്കാൻ തയ്യാറാണോ എന്ന് ചോദിച്ചപ്പോൾ നിങ്ങളൊക്കെ റെഡിയല്ലേ. ഇനി എനിക്ക് ഒരാളെ ദീന്ന് കിട്ടണം, ഇസ്ലാമിന് വേണ്ടി ജീവിക്കാൻ റെഡിയായ ഒരാളെ. അതാണ് മരിക്കാൻ എന്തിനാടോ, മരിക്കാൻ അധികം പണിയൊന്നും വേണ്ട, ആണ്ടും മരിക്കന്നെ, ജീവിക്കാനാ പണി. അവിടെയാണ് നമ്മുടെ ആംബുലൻസുകൾ, അവിടെയാണ് നമ്മുടെ CH സെൻ്ററുകൾ, അവിടെയാണ് നമ്മുടെ ഡയാലിസിസ് സെൻ്ററുകൾ. ഇവിടെ ഈ കൊടുക്കുന്ന വീട് നിങ്ങൾ കണ്ടില്ലേ, ഇതൊരു ചെറിയ സംഭവമാണോ? ഒരു പാർട്ടി എവിടെയൊക്കെ ശ്രദ്ധിക്കുന്നത്? ഹത്രസിലെ, അതുപോലെ ഉന്നാവിലെ, കാശ്മീരിലെ നീതിപീഠത്തിന് മുമ്പിൽ കാശില്ലാതെ വക്കീലിനെ വെക്കാൻ വിഷമിച്ച് നിൽക്കുന്ന രക്ഷിതാക്കൾക്ക് താങ്ങും തണലുമായി ഒരു ലീഗ് പോവുകയാണ് ഇവിടുന്ന്. അതാണ് അഹമ്മദ് സാഹിബ് മന്ത്രിയല്ലാതായപ്പോൾ ആദ്യം കരഞ്ഞത് റാമല്ലയിലെ പൊന്നുമോളാണ്, ഫലസ്തീനിലെ റാമല്ലയിലെ കൊച്ചുകുട്ടി. ഓ, ഇനി ഈ അഹമ്മദ് എന്ന് പറയുന്നൊരു മനുഷ്യൻ ഇന്ത്യ എന്ന് ബോർഡ് വെച്ച കപ്പലിൽ ഞങ്ങൾക്ക് ഡ്രസ്സുമായി ഭക്ഷണവുമായി വരില്ലല്ലോ. കണ്ട, ഇപ്പം ലീഗിൻ്റെ ഒരു MP ഇല്ലാതായാൽ, ഒരു ലീഗുകാരൻ മന്ത്രി അല്ലാതായാൽ ബേജാറ്. പെർമാണിമാരെ, ഞങ്ങൾ ലീഗുകാർക്കല്ല മറ്റുള്ളവർക്കാ, ഞങ്ങളിതൊക്കെ പെടാൻ സഹിച്ചോളും, ഇതെല്ലാവർക്കും വേണ്ടിയാണ്. ആ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് നമ്മുടെ ആയുഷ്കാലത്തിൽ ഒരു നാശവും വരാതെ നമ്മുടെ പിന്നിൽ വരുന്നവരുടെ കയ്യിൽ ഏൽപ്പിക്കണം. നമ്മളെ മക്കളൊക്കെ MSF ആക്കണം. SFIയിൽ പോയാലുള്ള ദുരന്തം നടന്നുകൊണ്ടിരിക്കുകയാണ്, കാണുകയാണ്. കായംകുളത്തെ
ഒരു പൊതുയോഗത്തിന് ചെന്നപ്പോൾ അവിടെ നടക്കുന്ന അന്നത്തെ ഷണ്ടകൾ മുഴുവൻ ജനയുഗം CPIയുടെ പത്രം ദീപിക പത്രമാണ് എഴുതിയത് ഞങ്ങൾക്ക് കൊണ്ടുവന്നത്. വൈലിത്തറ ഉസ്താദിൻ്റെ വീട്ടിലിരിക്കുമ്പോൾ എന്താണെന്നറിയോ, ഇനിയൊന്നും നമ്മളെ മക്കളെ വിശ്വസിച്ച് SFIയിൽ ചേർക്കില്ല എന്ന് DYFIയുടെ ആണും പെണ്ണും ബ്രാഞ്ച് ലോക്കൽ കമ്മിറ്റിയിൽ അടരാടി പറയാണ്. ആ കോലത്തിലേക്ക് പോവുകയാണ്. ഇവിടെ നല്ല ദിശാബോധം കാണിച്ച് ഒരു വഴിക്ക് നന്മയുടെ രാഷ്ട്രീയം പറഞ്ഞ് നമ്മൾ മുന്നേറുകയാണ്. എന്ത് തിരഞ്ഞെടുക്കണം എന്നുള്ളത് നമ്മളാണ് ആലോചിക്കേണ്ടത്. അതുകൊണ്ട് കൂടുതലായി ഞാനൊന്നും പറയുന്നില്ല. കേരള രാഷ്ട്രീയത്തെപ്പറ്റി പറഞ്ഞാലും മറ്റൊക്കെ ധാരാളം സമയമെടുക്കുന്ന ഒരുപാട് പുതിയ നല്ല രസിക വർത്തമാനങ്ങൾ പറയാണ്. പക്ഷേ ഞാൻ കുട്ടിയാമത് കുട്ടി സാഹിബിനെ കുറിച്ച് ഓർത്തപ്പോൾ എൻ്റെ റൂട്ടൊക്കെ തെറ്റി. ഇനി ഞാൻ ആ വഴിക്ക് പ്രസംഗിച്ച് കയറുന്നത് എൻ്റെ മനസ്സ് പാകപ്പെട്ട് വരാത്തത് കൊണ്ട് അള്ളാഹു പ്രിയപ്പെട്ട കുട്ടിയാമത് കുട്ടി സാഹിബിന് പരലോകത്ത് അദ്ദേഹത്തിന് സ്വർഗം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. നന്ദി. അസ്സലാമു അലൈക്കും.